ഇപ്പോൾ BJP നേതാവ് സി രഘുനാഥ് കൂടി. ഞാൻ വളരെ പെട്ടെന്ന് സജിത്ത് തിരികെ എത്താം. ശ്രീ രഘുനാഥ്, ഇവിടെ ഉണ്ടാകുന്ന സംശയം, നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ട്. അതാണ് ജോർജ് കുര്യനും പറഞ്ഞത്. ആ പാർട്ടിയിലെ മുഴുവൻ നേതാക്കൾക്കും പക്ഷേ വ്യത്യസ്തമായ നിലപാടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ പാർട്ടിക്കൊരു നിലപാടും മറ്റുള്ളവർക്ക് രണ്ട് നിലപാടും എന്ന് പറയുന്ന ന്യായീകരണത്തെ എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക? ഒരു പ്രേക്ഷകൻ എന്ന രീതി നമുക്ക് അഭിപ്രായങ്ങൾ പറയാലോ. പാർട്ടിയുടേതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ അഭിപ്രായം പറയുക പാർട്ടിയുടെ വക്താവും ഒപ്പം തന്നെ പാർട്ടിയുടെ പ്രസിഡന്റുമാണ്. ഞങ്ങളെ പോലെയുള്ളവർക്ക് ഈ സിനിമ കണ്ടപ്പോഴുണ്ടായിരുന്ന നമ്മുടെ മനോവ്യതകളാണ് ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള സിനിമകൾ കേരളത്തിൽ വിഭാഗീയത വളർത്താനേ സാധിക്കും. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ തന്നെ പ്രദർശനത്തിന് എത്തിച്ചതിന്റെ പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. കേരളത്തിൽ പല സിനിമകളും ഇതുപോലെയുള്ള ഇപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരൊക്കെ തന്നെ ഇവിടെ ഉണ്ണി മുകുന്ദന്റെ സിനിമ വന്നപ്പോഴും അതിനെതിരെ സംസാരിച്ചവരും നമ്മുടെ കാശ്മീർ ഡയറിയെ കുറിച്ചും അല്ലെങ്കിൽ കേരള ഡയറിയെ കുറിച്ചൊക്കെയുള്ള ഇവിടെ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ പോലും ടാക്കീസ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ലേ? അപ്പൊ അന്നൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആരും തന്നെ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, ഇതിനകത്ത് മോഹൻലാലിനെ പോലെയുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ സേനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് ഇന്ത്യ ഗവൺമെന്റിനെതിരെയും ഇന്ത്യയുടെ മന്ത്രിമാർക്കെതിരെയും ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരെയും ഇതുപോലെയുള്ള സിനിമ വരുമ്പോൾ അതൊരു രണ്ട് തവണ അദ്ദേഹം ആലോചിക്കണം. അല്ല, ഇപ്പോൾ ഈ താങ്കൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്താണ് താങ്കൾ പറഞ്ഞത്? അതായത് സംഘടന എന്ന നിലയിൽ ഉള്ള അഭിപ്രായം സംഘടന പറയും, പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിലുള്ളത് അഭിപ്രായം ആ നിലയിൽ താങ്കൾ പറയുന്നു എന്നാണ്. ഇത് മോഹൻലാലിന് ബാധകമല്ലേ? മോഹൻലാൽ ഒരു നടനല്ലേ? മോഹൻലാൽ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പദവി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പദവി എന്തിനാണ് ഇതിൽ ബന്ധപ്പെടുത്തേണ്ടത്? അദ്ദേഹത്തിന് ലഭിക്കുന്ന റോൾ അദ്ദേഹം വൃത്തിയായി ചെയ്യുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ലല്ലോ അതിനെ കാണേണ്ടത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്? അതാണല്ലോ ചോദ്യം. അതായത് കേരള അല്ലെങ്കിൽ കാശ്മീർ ഫയൽസും കേരള ഡയറിയും ഒക്കെ വരുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകാം. അതുകൊണ്ട് ആ സിനിമ ഇറങ്ങാതിരുന്നോ? ആ സിനിമ കാണാതിരുന്നോ? സിനിമക്ക് നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് തിയേറ്റർ അനുവദിച്ചത്? എന്തുകൊണ്ടാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സിനിമയാണ് ഷാവായുടെ ഒരു പ്രദർശനം കേരളത്തിൽ നടത്താൻ സാധിക്കാത്തത്? അപ്പൊ ഇതിന്റെ ഒക്കെ പിറകിൽ ഒരു അജണ്ടയുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മോഹൻലാൽ അതിന് കഴുത്ത് വെച്ചു കൊടുത്താന്ന് ഞാൻ പറയാം. മോഹൻലാൽ അറിഞ്ഞോ അറിയാതെയോ അതിന് കഴുത്ത് വെച്ചു കൊടുത്തു. പക്ഷെ മോഹൻലാലിനെ പോലുള്ള ഒരാള് അതിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയാം. മറ്റു പലർക്കും പല അജണ്ടകൾ ഉണ്ടാവും. ഞാൻ പറയാം, ഇത് ആരെ വെള്ളപൂശാനാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഗോത്ര കലാപം ഈ എമ്പുരാന്റെ അല്ലെങ്കിൽ നേരത്തെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എങ്ങനെയാ ഗോത്ര കലാപമായിട്ട് ഇവർ ക്ലബ് ചെയ്ത്? ഗോത്ര കലാപത്തിൽ ഇതിലെന്താണ് ബന്ധം? ഗോത്ര കലാപം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യത്തെ തീവപ്പിന്റെ കാണിക്കാതെ നിങ്ങൾ അവസാനത്തെ ഭാഗം എന്ന് മാത്രം കാണിക്കുന്നു. പിന്നെ അവസാനം പറയുന്നത് അവിടെ അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. സിനിമയിൽ പറയുന്നതെല്ലാം അതേപടി തന്നെ ആകണം എന്നുണ്ടോ? ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ കാശ്മീർ ഫയൽ ആകട്ടെ കേരള ഡയറി ആകട്ടെ അതൊക്കെ അവിടെ നടന്ന സംഭവത്തെ അതേപടിയാണോ ചിത്രീകരിച്ച് കാണിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ തന്നെ നടക്കുന്ന മതപരിവർത്തനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു ഡേറ്റ വെച്ചിട്ടുള്ള സിനിമകളല്ലേ പുറത്തു വന്നിട്ടുള്ളേ? അതൊരു സിനിമയാണല്ലോ. ചോദിക്കട്ടെ, സിനിമയുടെ സ്വാധീനം കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ അസംബ്ലിയിൽ പറഞ്ഞിട്ടില്ലേ? ആവേശ സിനിമ ഉണ്ട്, ആവേശം മുട്ടിയ ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ സിനിമക്കല്ല എല്ലാ കലാരൂപങ്ങൾക്കും പൊതുസമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ സ്വാധീനിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതേ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ദേശവിരുദ്ധമായ അല്ലെങ്കിൽ ഭരണവിരുദ്ധമായ ഒരു പ്രമേയവുമായി ഈ ദിവസങ്ങളിൽ തന്നെ റംസാൻ മാസങ്ങളിൽ തന്നെ റംസാന്റെ തലേന്ന് തന്നെ ഇത് റിലീസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടെന്നൊന്നും പറയുന്നല്ല. പക്ഷേ സിനിമകൾക്കും കലാമൂല്യങ്ങൾക്കും കലാരൂപങ്ങൾക്കും കേരള പൊതുസമൂഹത്തിലും യുവജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട്. ചാവ സിനിമ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കേരളത്തിലെ പൊതുസമൂഹത്തിൽ സ്വാധീനം ചെലുത്തും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് മതപരമായ വൈരാഗ്യത്തിനും അല്ലെങ്കിൽ വിദ്വേഷത്തിനും ഇടയാക്കുന്നുണ്ട്. ഞാനിപ്പോ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് വന്നിരിക്കുന്ന മുഴുവൻ തെറികളും എന്താ പറയാ ഒരു വിഭാഗത്തിൽ നിന്നാണ്. അതാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഈ തരത്തിൽ ഇപ്പോൾ താങ്കൾ ഈ സിനിമയെ എതിർക്കുമ്പോൾ തന്നെ മറ്റു പല സിനിമകളെയും മറ്റു വിഭാഗങ്ങൾ എതിർത്തിരുന്ന സിനിമകളെ അനുകൂലിച്ചിട്ടുമുണ്ടല്ലോ താങ്കൾ. അതാണല്ലോ പ്രേക്ഷകന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത്.
പ്രേക്ഷകന്റെ അഭിപ്രായം ഞാൻ താങ്കൾ ചോദിക്കുന്നത് പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് തന്നെ സിനിമയെ പൊതുസമൂഹം മറ്റു പ്രേക്ഷകരും കണ്ടുകൊള്ളണം എന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നത്? നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തുകൊണ്ട് ആ സമയങ്ങളിൽ പറയാൻ നിങ്ങൾ തയ്യാറാണ്? താങ്കളോടും എന്റെ ചോദ്യം, താങ്കൾ ഈ പറയുന്ന കേരള ഡയറി പോലുള്ള സിനിമകൾ തെറ്റാണ്, അത് ശരിയല്ല എന്ന അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? അല്ലല്ലോ. ഞാനിത് അപ്പോൾ അതിനെ എതിർക്കുന്ന താങ്കൾക്ക് ഇതിനെ എതിർക്കാം. പൊതുസമൂഹത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല എന്നാണ് എന്റെ ഇത് ഇരട്ടത്താപ്പാണെന്ന്. ഇതേ ആളുകൾ തന്നെ, ഇതേ ഭരണ സംവിധാനം തന്നെ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ അടക്കം ചില കക്ഷികൾ അന്നെന്തുകൊണ്ട് അതിനെ അനുകൂലമായി നിൽക്കാൻ സാധിച്ചില്ല? ഞങ്ങൾ അവരെ തനിനിറമാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടേണ്ടത്. എന്തുകൊണ്ട് കേരള ഡയറിയും അല്ലെങ്കിൽ കാശ്മീർ ഫയലും ഇവിടെ പ്രദർശിപ്പിക്കാൻ സിനിമ ടാക്കീസ് അനുവദിക്കാതിരുന്നത് എന്ന് പറയണം നിങ്ങൾ. അല്ല, ഇതിൽ ഇപ്പോൾ ഈ ജോമോൻ ചക്കാലയ്ക്കൽ, ഇത് BJPയുടെ ഒരു നേതാവാണല്ലോ, അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്, എന്തു കുന്തമായാലും ഇന്ത്യയെപ്പോലൊരു രാജ്യത്തെ ലഫ്റ്റനന്റ് കേണൽ പദവിക്ക് നിങ്ങൾ യോഗ്യനല്ല, അത് ഒഴിവാക്കണം, അതിൽ നിയമപരമായി പോകണമെങ്കിൽ അങ്ങനെയുള്ള പോരാട്ടം നടത്തേണ്ടി വരും എന്ന്. എന്താണ് ആ ആവശ്യത്തിന്റെ അടിസ്ഥാനം? ഇന്ത്യയുടെ ആർമിയുടെ ഒരു റോൾ മോഡലായിട്ട് കൊണ്ടുവരുന്ന മോഹൻലാലിനെയാണ് അല്ലേ? അതെ. അദ്ദേഹം ഇന്ത്യ ഭരണകൂടത്തിന്റെ ആനുകൂല്യങ്ങളൊന്നും പറ്റുന്നില്ലെങ്കിലും അദ്ദേഹം ഒരു ഓഫീസർ എന്നുള്ള രീതിയിൽ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തികമായി നേട്ടം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് പദവികൾ, അംഗീകാരങ്ങൾ, അദ്ദേഹത്തിന് കിട്ടുന്ന പ്രോട്ടോകോൾ എല്ലാം ലഭിക്കുമ്പോഴും അത് ഭരണകൂടത്തിനെതിരെ അദ്ദേഹം ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞാലും അദ്ദേഹത്തിന്റെ സർഗസിദ്ധി പറഞ്ഞാലും അത് ഭരണകൂടത്തിനെതിരെ അദ്ദേഹം പദവിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ എന്റെ അഭിപ്രായം. അതിൽ വ്യത്യസ്തങ്ങളായി അദ്ദേഹം ഒരു നടൻ എന്ന നിലയിൽ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ അങ്ങനെ ഒരു പദവി കൊടുത്തത്? അല്ല, നടൻ എന്ന് പറയുന്നത് അത് ഭരണവിരുദ്ധമായിട്ട് നിൽക്കുമ്പോൾ അത് തിരിച്ചെടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഈ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ ആ തിരിച്ചെടുക്കണം. ഞാൻ അതിൽ ശക്തമായി ആവശ്യപ്പെടുകയാണ്. ഞാൻ ഇന്നലെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും പറഞ്ഞത് ശക്തമായി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കേണൽ പദവി, ലഫ്റ്റനന്റ് കേണൽ പദവി സർക്കാർ തിരിച്ചെടുക്കണം തന്നെയാണ്. അത് പാർട്ടിയിൽ താങ്കൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? ആവശ്യം ഉന്നയിക്കും. പാർട്ടിയുടെ പ്രതികരണം എന്താണ് ആവശ്യത്തിൽ? പാർട്ടിയുടെ അഭിപ്രായം പറയും. പക്ഷെ ഞാൻ പറയുന്നത് ഉന്നയിക്കുന്നത് അല്ല, എന്റെ ചോദ്യം, താങ്കൾ പാർട്ടിയിൽ ഉന്നയിച്ചുവല്ലോ, അപ്പോൾ പാർട്ടിയിൽ നിന്നൊരു മറുപടി താങ്കൾക്ക് ലഭിക്കുമല്ലോ. ഒന്നുകിൽ അത് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ അത് പറ്റില്ല. അങ്ങനെ ഒരു മറുപടി ഉണ്ട്. അതിലെന്താണ് താങ്കൾക്ക് ലഭിച്ച മറുപടി? പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. പരിശോധിക്കും. അതായത് ആവശ്യപ്പെടുമെന്നൊന്നും പാർട്ടി പറഞ്ഞിട്ടില്ല. ഇല്ല, പരിശോധിക്കും. നിഷേധിച്ചിട്ടുമില്ല. പരിശോധിക്കും. ഓക്കെ, റൈറ്റ്. ഒപ്പം ഈ കെ ഗണേഷിന്റെ ഒരു പ്രതികരണമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ ജോർദാനിലടക്കം ആടുജീവിതത്തിന്റെ ഷൂട്ട് നടന്നിരുന്നു, അപ്പോൾ അടക്കമുള്ള പൃഥ്വിരാജിന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ അന്വേഷിക്കണമെന്നാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ എന്റെ ഒരു ചാനൽ ബൈറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞ അത് തന്നെയാണ്. നിങ്ങൾ 50 കോടി 100 കോടിയുടെ ബജറ്റ് ആണെങ്കിൽ 100 കോടി രൂപയുടെ സോഴ്സ് എന്താണെന്ന് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ഇന്നിപ്പോ 2 ദിവസം കൊണ്ട് അവർ പറയുന്ന 50 കോടി കളക്ട് ചെയ്തു എന്ന്. ഈ 50 കോടി എവിടെ പോയെന്നും അത് കണക്കിൽപ്പെടുന്ന പൈസയാണെന്ന് അറിയണം. 100 കോടിയൊക്കെ ഈ ചെറിയ പടത്തിന് അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു പടത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന അതിന്റെ സോഴ്സ് കണ്ടെത്തണം. അതൊക്കെ എന്തുകൊണ്ടാണ് ഈ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടത്? ഇതിനു മുമ്പേ 150 കോടിക്കാണ് ഈ പടം ഇറങ്ങുന്നത് എന്നൊക്കെ എത്രയോ ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. എന്തായാലും ഈ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി അല്ലല്ല, എന്റെ ചോദ്യം ശ്രീ രഘുനാഥ്, ഈ സിനിമയുടെ പ്രമേയത്തിൽ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ മാത്രമാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ടത്? അതിനു മുമ്പ് അന്വേഷിക്കണ്ടേ? എല്ലാ കാലത്തും ബിഗ് ബജറ്റ് പടങ്ങളെ കുറിച്ച്, ഇതുപോലെയുള്ള പടം എന്താ പറയാ, സിനിമാ രംഗത്തുള്ള മാഫിയകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. ഇതിനൊക്കെ സോഴ്സ് കണ്ടെത്തണമെന്ന് പറയും. അത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുറന്നു പറഞ്ഞു. അല്ല, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ BJPക്ക്. എന്തായാലും അത് ചെയ്യും, അതുണ്ടാവും തന്നെയാണ് വിശ്വാസം. ഒരു കാര്യം കൂടി, അതായത് ഈ വിദേശ ഫണ്ട് അടക്കം പൃഥ്വിരാജിനെ പോലുള്ളവർ കൈപ്പറ്റിയിട്ട് ഒരു തരം ദേശവിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്നാണോ BJP പറഞ്ഞു വെക്കുന്നത്? എന്തായാലും വിദേശത്തുനിന്ന് ഫണ്ട് വന്നിട്ടുണ്ട്. അല്ലാണ്ട് സ്വദേശികൾ ഈ 100 കോടിയൊക്കെ ചെലവാക്കാനുള്ള സ്വദേശികളൊന്നുമില്ല. അത് സിനിമക്ക് വേണ്ടി സ്വദേശികളൊന്നുമില്ല. എവിടെ നിന്ന് ഫണ്ട് എന്ന് വരട്ടെ, സ്വദേശികളായാലും വിദേശികളായാലും കണക്കിൽപ്പെടാത്ത പണം, അനധികൃതമായി ഉണ്ടാക്കിയ പണം, അനധികൃതമായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം, അത് കണ്ടെത്താൻ സർക്കാർ തയ്യാറാകണം തന്നെയാണ്. രഘുനാഥ്, താങ്കളുടെ പാർട്ടിയുടെ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം CPM-ന്റെ ഒരു നേതാവിനോട് പബ്ലിക്കായി ക്ഷമ ചോദിച്ച സാഹചര്യമുണ്ട്. തീർച്ചയായും താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലൊക്കെ ആരോപണം ഉന്നയിക്കാം. താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ആണ്, എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിദേശ ഫണ്ട് ഉണ്ട് എന്ന് പറയുന്നത്? വിദേശ ഫണ്ട് ഉണ്ടെങ്കിൽ എന്നാണ്. വിദേശ ഫണ്ട് അത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തും.
ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വിദേശ ഫണ്ടുണ്ട് എന്ന് നമുക്ക് സംശയം രേഖപ്പെടുത്താം. സംശയം രേഖപ്പെടുത്താം. താങ്കൾ അങ്ങനെയല്ല, സംശയമല്ല പറഞ്ഞത്. വിദേശ ഫണ്ടുണ്ട്, കേരളത്തിലുള്ള ആളുകളൊന്നും അങ്ങനെ പണം നൽകാൻ തയ്യാറാകില്ല എന്നാണ്. എങ്ങനെ താങ്കൾ പറഞ്ഞത്? വിദേശ ഫണ്ട് ഉണ്ട്, കേരളത്തിലുള്ള ആളുകളൊന്നും ഇത്രയും പണം ചെലവാക്കില്ല എന്നാണ് പറഞ്ഞത്. എന്ത് വിദേശത്തായാലും സ്വദേശത്തായാലും കണക്കിൽപ്പെടാത്ത ഫണ്ടല്ലാതെ 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത്, നിങ്ങൾക്കറിയാം സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ഫണ്ടിന്റെ തിരിമറികളൊക്കെ കുറിച്ച് കേട്ടറിവ് നമുക്കുണ്ട്. നമ്മളൊന്നും ഈ ഫീൽഡിൽ ഇല്ലാത്തവരാ. പക്ഷെ എന്തു തന്നെ ആയാലും ഈ ഫണ്ടിന്റെ സോഴ്സ് കണ്ടെത്തണം. 100 കോടി രൂപ ആര് ഇൻവെസ്റ്റ് ചെയ്തു, അത് കണക്കിൽപ്പെടുന്ന പണമാണോ, ഇതൊക്കെ കണ്ടെത്താനുള്ള സംവിധാനം ഇന്ത്യ രാജ്യത്തുണ്ട്. അതിനു വേണ്ടിയുള്ള പരാതികൾ ഞങ്ങൾ കൊടുക്കും. യെസ്, തീർച്ചയായും അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഇങ്ങനെ പ്രമേയം എതിരാകുമ്പോഴാണോ ഈ പരാതി കൊടുക്കേണ്ടത് എന്നതിൽ മാത്രമാണ് സംശയം. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇതുപോലെയുള്ള അനധികൃതമായ ഫണ്ടുകൾ എവിടുന്ന് വരുന്നു എന്ന് ആര് ചെയ്താലും അതൊക്കെ കൊണ്ടുവരണം തന്നെ എന്റെ അഭിപ്രായം. ഈ ഫണ്ട് എവിടുന്ന് വന്നു? ഫണ്ട് കണ്ടെത്താനുള്ള ചുമതലകൾ ഇന്ത്യ ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അന്വേഷണ ഏജൻസികളെ പോലെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ ചിത്രത്തിലുള്ളത്. നിങ്ങൾ പറയുന്നു ഇതിനകത്ത് ED വരുന്നു, CIA വരുന്നു, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളൊക്കെ കേരളത്തിൽ എത്രയോ സിനിമകൾ കേരളത്തിലെ പോലീസിനെ ആക്ഷേപിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഇറങ്ങുന്നു ശ്രീ രഘുനാഥ്. അത് മുഴുവൻ അത് സിനിമയല്ലേ, അത് സിനിമയായില്ലേ കാണുന്നത്, അല്ലാതെ പോലീസ് ഇപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗമാണ് പോലീസ്. അതുകൊണ്ട് നമ്മൾ പോലീസിനെ വിമർശിച്ചുകൊണ്ട് സിനിമ ചെയ്യാൻ പാടില്ല. ഈ മന്ത്രിമാരെ, ഭരിക്കുന്ന മന്ത്രിമാരുമായി ബന്ധമുള്ള അല്ലെങ്കിൽ സാമ്യമുള്ളവരെ വിമർശിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ സിനിമയിൽ സാധ്യമാണോ? അല്ല, പോലീസിൽ നേരത്തെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നല്ലോ. ഒരു റാങ്ക് ഇതിന് മേലെയുള്ളവരെ മാത്രമേ ചിത്രീകരിക്കാൻ പാടുള്ളൂ, അവരെ മാത്രം അവമാനിക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണോ കേരളത്തിലെ സിനിമകൾ ഇറങ്ങുന്നത്? ഈ അടുത്ത കാലത്ത് പോലും DGP കുറ്റക്കാരനായി എന്ന നിലയിലുള്ള സിനിമ ഇറങ്ങിയിട്ടില്ല മലയാളത്തിൽ. ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പറയുന്നല്ലേ, അതിലൊക്കെ അതാണ് ശ്രീ രഘുനാഥ്. അതായത് BJPക്ക് ഇഷ്ടപ്പെടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം അത് കശ്മീർ ഫയലിലോ കേരള ഡയറിയിലോ ഉണ്ടാകുമ്പോൾ മാത്രമല്ലല്ലോ, മറുഭാഗത്തും ഉണ്ടാകണ്ടേ? ഞാൻ പറയുന്നത് ഇത് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാംസ്കാരിക മേഖലയിൽ ഇരട്ടത്താപ്പ് പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ പറയുന്നത് ഇന്നത്തെ ഭരണകൂടവും ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന ചില കക്ഷികളും അല്ല, ഞങ്ങളൊരു മാധ്യമങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി തന്നെയാണ് കാണുന്നത്. സുപ്രീം കോടതി പോലും കഴിഞ്ഞ ദിവസം കവിതയെ പങ്കുവച്ചതിന് MP-ക്കെതിരെ എടുത്ത കേസിൽ പോലും പറഞ്ഞത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണെന്നാണ്. ആ കവിത ഭരണകൂടത്തിന് ഇഷ്ടപ്പെടണമെന്നൊന്നും നിയമമില്ല. കോടതി എപ്പോഴും ഭരണഘടനയെ എന്താ പറയാ അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുക. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ. ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകന്മാർക്ക് ചില അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിയോജിക്കാനുള്ള അഭിപ്രായങ്ങളില്ലേ? തീർച്ചയായും അതിനോടൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ല. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊണ്ടുവന്ന സിനിമയെ അംഗീകരിക്കാതിരിക്കാനുള്ള അവകാശം ഈ പറയുന്നവരെ പോലെ നിങ്ങളൊന്നും കൊണ്ടുവന്നതല്ല. അത് പൃഥ്വിരാജ് കൊണ്ടുവന്ന സിനിമയാണ്. അത് പൃഥ്വിരാജിന്റെ സിനിമയാണ്, അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ആ സിനിമ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ല. ആ സിനിമയെ ഈ നിലയിൽ എതിർക്കുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് എതിർക്കപ്പെടേണ്ടതാണ്. ഇത് പൊതു